തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ നേതാക്കൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുകയും അവർക്ക് വേണ്ടി പ്രചരണം നടത്താൻ ശ്രമിച്ച സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് മത്സരിക്കാൻ കിട്ടുന്ന അവസരത്തെ തട്ടിത്തെറിപ്പിക്കരുത് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ MP കൂടിയായിട്ടുള്ള തിരുവനന്തപുരം ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ശശി തരൂരിനോട് ഉപദേശിച്ചത്. എന്നാൽ കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളെ ചെവിക്കൊള്ളാൻ തരൂർ തയ്യാറാകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നിരവധിയായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട്. തരൂർ കൃത്യമായി പറയുന്നു, തനിക്ക് കിട്ടുന്ന വോട്ട് അത് കോൺഗ്രസ് പ്രചരണത്തിലൂടെ നേടിയെടുക്കുന്ന വോട്ടായി മുഴുവൻ കണക്കാക്കാൻ കഴിയില്ലെന്നും തനിക്ക് വലിയ തോതിൽ സാധാരണക്കാർക്കിടയിൽ മതിപ്പുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. നമുക്കറിയാം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം എന്നീ 4 സെഗ്മെൻറ്റുകൾ എടുത്തു നോക്കിയാൽ ഇതിനകത്ത് 4 സെഗ്മെൻറ്റിലും LDF MLA-മാരാണുള്ളത്. അതിൽ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും നേമവും CPIM-ൻ്റെ കൈവശമുള്ള സിറ്റിംഗ് സീറ്റുകളാണ്. കഴക്കൂട്ടത്തെ കഴിഞ്ഞ തവണ 23,497 വോട്ടുകൾക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത്. വട്ടിയൂർക്കാവിൽ 21,000-ലധികം വോട്ടുകൾക്ക് VK പ്രശാന്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായ VV രാജേഷിനെ പരാജയപ്പെടുത്തി. നേമത്താണെങ്കിൽ കുമ്മനം രാജശേഖരനെ 3000-ഓളം വോട്ടുകൾക്ക് വാശിയേറിയ മത്സരത്തിൽ, ത്രികോണ മത്സരത്തിൽ അവിടെ ശിവൻകുട്ടി പരാജയപ്പെടുത്തി. തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിലാണെങ്കിൽ ആന്റണി രാജു 7000-ഓളം വോട്ടുകൾക്ക് കോൺഗ്രസിൻ്റെ VS ശിവകുമാറിനെയാണ് പരാജയപ്പെടുത്തി MLA ആയത്. എന്നാൽ ശശി തരൂർ മത്സരിച്ചപ്പോൾ CPIM വോട്ടുകൾ, അതായത് LDF വോട്ടുകൾ എല്ലാം തന്നെ ചോർന്നു എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസ് 3-ാം സ്ഥാനത്തെത്തിയ കഴക്കൂട്ടത്തും അതുപോലെ തന്നെ നേമത്തും വട്ടിയൂർക്കാവിലും കോൺഗ്രസ് കൃത്യമായി വോട്ട് ഷെയർ കൂടുതൽ വർദ്ധിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ 3 സെഗ്മെൻറ്റിൽ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് എന്നീ സെഗ്മെൻറ്റിൽ കോൺഗ്രസ് 2-ാം സ്ഥാനത്തെത്തുകയും തിരുവനന്തപുരത്ത്, അതായത് തിരുവനന്തപുരം സെൻട്രലിൽ 1-ാം സ്ഥാനത്ത് കോൺഗ്രസ് എത്തുകയും ചെയ്തു. അപ്പോൾ തരൂർ പറഞ്ഞതിൽ ചെറിയ കാര്യമുണ്ടെന്ന് കരുതുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സ്ഥിതി നോക്കൂ. 8 കൗൺസിലർമാരാണ് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ വിജയിച്ചത്. മേരി പുഷ്പം അടക്കമുള്ള നിരവധി കൗൺസിലേഴ്സ് ഉണ്ട് അതിനകത്ത്. എന്നാൽ BJP-ക്കാണ് ഏറ്റവും കൂടുതൽ കൗൺസിലേഴ്സ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയാൻ കഴിയുന്നത്. CPIM-ഉം അതുപോലെ തന്നെ മറ്റ് കക്ഷികളും ചേർന്ന് ഇവിടെ ഭരണം ഉറപ്പിച്ചെങ്കിലും BJP-യുടെ വോട്ട് ഷെയർ CPIM-ന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തരൂർ പറയുന്നതിൽ പ്രാധാന്യമുണ്ട്. തനിക്ക് കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസിന് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ കെ മുരളീധരൻ പറയുന്ന ആ കാര്യമാണ് പ്രാധാന്യം. തരൂർ ഒന്ന് മനസ്സ് വെച്ചാൽ, താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉണർത്തിയാൽ, അത്തരത്തിൽ പ്രവർത്തിച്ചാൽ കൃത്യമായും ആ വോട്ടുകൾ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ മത്സരിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കിട്ടാൻ സാധ്യതയില്ലേ? എന്തുകൊണ്ട് തരൂർ നിസ്സംഗത പുലർത്തുന്നു? ഇതാണ് കെ മുരളീധരൻ്റെ ലളിതമായ ചോദ്യം. അതിന് തരൂറിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം.